ഹലോ മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷില് രണ്ടാമത്തെ യൂണിറ്റ്, മൂന്നാമത്തെ ചാപ്റ്റർ, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. മലാല യൂസഫ്സായി എഴുതിയ ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ കം ഫ്രം a country which was created at midnight. What does Malala mean by this statement? എന്താണ് മലാല പറഞ്ഞത്? I come from a country which was created at midnight. അർദ്ധരാത്രിക്ക് സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ്. What does Malala mean by this statement? ഈ ഒരു പ്രസ്താവനയിലൂടെ മലാല എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യയാണെങ്കിലും 1947 അല്ലെ, ഓഗസ്റ്റ് 15 മിഡ് നൈറ്റിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം എന്താണ് എന്ന് നോക്കാം. When Malala says I come from a country which was created at midnight, she is referring to Pakistan's independence, which took place at midnight on 14 and 15 August 1947, when the country was officially created after the partition of British India. 1947 ഓഗസ്റ്റ് 14 15 ഇടയിൽ അർദ്ധരാത്രിയില് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനായും ഇന്ത്യയായും രൂപപ്പെട്ട ആ സമയത്തെ കുറിച്ച്, അപ്പൊ പാകിസ്ഥാന്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് ഇവിടെ മലാല സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് മലാല കമ്പയർ ഹെർ ഹോംലാൻഡ് ടു ഹെർ ന്യൂ സിറ്റി ബർമിംഗ്ഹാം? മലാല തന്റെ ഹോംലാൻഡിനെ, തന്റെ മാതൃരാജ്യത്തെ, അതുപോലെ ഇപ്പോഴുള്ള ബർമിംഗ്ഹാം സിറ്റിയെയും തമ്മിൽ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? Malala remembers her homeland as a valley with high snow-topped mountains, green waving field, fresh blue rivers which make her heart smile. ഹൃദയത്തിൽ പുഞ്ചിരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീല നിറത്തിലുള്ള ശുദ്ധജലം ഒഴുകുന്ന നദികളും വയലുകളും അതുപോലെ മഞ്ഞു മൂടിയ പർവ്വതങ്ങളൊക്കെ ഉള്ള താഴ്വരയായിരുന്നു മലാലയുടെ ഹോംലാൻഡ് അല്ലെ. ഇൻ കോൺട്രാസ്റ്റ്, എന്നാൽ നേരെ മറിച്ച് ബർമിംഗ്ഹാം വാസ് എ ടോൾ ബിൽഡിംഗ്, ലോങ് റോഡ് വിത്ത് വെഹിക്കിൾ, orderly lines, neat green hedges, lawns, tidy pavement. ബർമിംഗ്ഹാം എന്താണ്? പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെയുള്ള അല്ലെ, ലോങ് റോഡ്സ് ഒക്കെയുള്ള, അതുപോലെ നീറ്റായിട്ട് വെട്ടിയൊരുക്കിയ കുറ്റിച്ചെടികളും പുൽമേടുകളും ടൈഡി ക്ലീൻ ആയിട്ടുള്ള പാവ്മെന്റ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ചോദ്യം, ഡു യു തിങ്ക് ദ ഡോർവേ ടു യുവർ സ്കൂൾ ഈസ് ഓൾസോ എ മാജിക്കൽ എൻട്രൻസ് ടു സ്പെഷ്യൽ വേൾഡ്? വൈ? നിങ്ങളുടെ സ്കൂളിലേക്കുള്ള ആ വാതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു ലോകത്തിലേക്കുള്ള മാജിക്കൽ എൻട്രൻസ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അങ്ങനെ കരുതുന്നുണ്ടോ എന്ന്? ആൻസർ, യെസ്. ബിക്കോസ് സ്കൂൾ ഈസ് എ പ്ലേസ് വേർ വി മീറ്റ് അവർ ഫ്രണ്ട്സ്, ലേൺ ന്യൂ തിങ്സ്, ടു എക്സ്പ്ലോർ അവർ ടാലന്റ്. സ്കൂള് പുതിയ സുഹൃത്തുക്കളെ കിട്ടുന്ന സ്ഥലമാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ്, നമ്മുടെ പുതിയ കഴിവുകൾ നമ്മൾ കണ്ടെത്തുന്ന സ്ഥലമാണ്. It feels like a stepping to world full of opportunity, just like Malala felt about her school. മലാലയ്ക്ക് തന്റെ സ്കൂൾ ജീവിതത്തിൽ തോന്നിയതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ ലോകത്തിലേക്ക്, അവസരങ്ങളുടെ ലോകത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് കുശാൽ സ്കൂൾ? കുശാൽ സ്കൂളിന്റെ സ്ഥാപകൻ ആരാണ്? ദ ഫൗണ്ടർ ഓഫ് കുശാൽ സ്കൂൾ ഈസ് മലാലാസ് ഫാദർ. മലാലയുടെ ഫാദർ ആണ്. അഞ്ചാമത്തെ ചോദ്യം, വൈ ഡിഡ് മലാല ചൂസ് ടു മേക്ക് ദ ബസ് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് ടു സ്കൂൾ? എന്തുകൊണ്ടാണ് മലാല എന്ത് ചെയ്തു? ചൂസ് ടു ടേക്ക് ദ ബസ് ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരം, സ്കൂളിലേക്ക് നടക്കുന്നതിന് പകരം ബസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ആൻസർ, മലാല സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ സ്കൂൾ ബസ് ബിക്കോസ് ഹെർ മദർ വാസ് വറീഡ് അബൌട്ട് ഹെർ സേഫ്റ്റി. അവളുടെ സുരക്ഷിതത്തെ കുറിച്ച് മദർ വറീഡ് ആയിരുന്നു. ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ഹെർ ടു വാക്ക് അലോൺ ആസ് ദേ ഹാഡ് ബീൻ റിസീവിംഗ് ത്രെറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. കാരണം ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണി. ത്രൂ ഔട്ട്, ഉടനീളം, വർഷത്തിലുടനീളം അവള് എന്ത് കിട്ടിയിരുന്നു? അവക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാക്ക് അലോൺ അല്ലെ, തനിച്ച് നടക്കണ്ട, നോട്ട് ടു വാക്ക് അലോൺ എന്ന് പറയാനുള്ള കാരണം ബസ് പോയാൽ മതി എന്ന് പറയാനുള്ള.
Why did Malala think her father was under threat? തന്റെ പിതാവും ഭീഷണിയിലാണ് എന്ന് കരുതാനുള്ള കാരണം എന്താ? Answer. Malala thought her father was under threat because he often spoke out against the extremist and his close friend and fellow campaigner had already been shot dead. People were warning him that he might be next. മലാലയുടെ ഫാദർ ത്രെട്ടൻസിലാണെന്ന് കരുതാനുള്ള കാരണം എന്താ? അദ്ദേഹം പലപ്പോഴും ഈ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ സംസാരിച്ചിരുന്നു, അല്ലെ? ഈ ടെററിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കെതിരെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സും അദ്ദേഹത്തിന്റെ ഫെലോ ക്യാമ്പയിനേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ഷോട്ട് ഡെഡ് ആണ്, വെടിയേറ്റ് മരിക്കപ്പെട്ടു. അപ്പൊ അടുത്തത് അയാളാണ് എന്ന് ആളുകൾ അദ്ദേഹത്തിന് എന്ത് നൽകിയിരുന്നു? വാർണിംഗ് നൽകിയിരുന്നു. 7th, ഏഴാമത്തെ ചോദ്യം. What were Malala's thoughts on a possible encounter with an armed attacker on her way back home? What do these thoughts reveal about her character? അപ്പോ ഒരു പോസിബിൾ എൻകൗണ്ടർ, ഒരു ആംഡ് അറ്റാക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ആയുധധാരിയായ ഒരാള് താൻ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ തന്നെ അപായപ്പെടുത്താനുള്ള, വെടിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മലാല ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്നാണ്. ആൻസർ. മലാല സംടൈംസ് ഇമാജിൻഡ്, ചിലപ്പോഴൊക്കെ മലാല അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട്, an armed man attacking her. She thought she might be defend herself, but then decided it would be better to speak to him, try to convince him that what he was doing was wrong. മലാല എന്താ ചിന്തിച്ചത്? ആദ്യം കരുതിയത് അയാളെ ഡിഫെൻഡ് ചെയ്യണം എന്നാണ്, അല്ലെ? പിന്നെ കരുതിയത് അല്ല, അയാളോട് സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്യണം, ബോധ്യപ്പെടുത്തണം അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. എക്സ്പ്ലെയിനിങ് ഷീ ഓൺലി വാണ്ടഡ് ഗേൾസ് ഹാവ് ടു ദ റൈറ്റ് ടു ഗോ ടു സ്കൂൾ. അയാളോട് എന്ത് പറയണം? പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവകാശമുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. These thoughts show her courage, calmness, non-violence, and a strong belief in her cause. അപ്പൊ ഇതിലൂടെ എന്ത് നമുക്ക് മനസ്സിലാവാം? മലാലയുടെ ആ കറേജ്, ധീരതയെക്കുറിച്ചും അവരുടെ ശാന്തതയെക്കുറിച്ചും അക്രമരഹിതമായ പാത പിന്തുടരുന്നതിനെ കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ് അവരുടെ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടും. 8ാമത്തെ ചോദ്യം. വാട്ട് were Malala's dreams and how did they differ from മോണിബാസ് ആസ്പിരേഷൻ? മലാലയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെ? മോണിബയുടെ ആസ്പിരേഷനിൽ നിന്ന് അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആൻസർ. Malala's dreams changed from wanting to be a doctor to becoming an inventor or a politician. She openly shared them. മലാലയുടെ ഡ്രീം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു, മാറി. ആദ്യം ഡോക്ടർ ആവണം എന്നാണ്, പിന്നീട് അതൊരു ഇൻവെന്ററോ പൊളിറ്റീഷ്യനോ എന്നുള്ള നിലയിലേക്ക് മാറി. മോണിബാസ് ഡ്രീം വാസ് ടു ബി എ ഫാഷൻ ഡിസൈനർ. മോണിബയ്ക്ക് എന്തായിരുന്നു താല്പര്യം? ഒരു ഫാഷൻ ഡിസൈനർ ആണ്. ബട്ട് സിൻസ് ഹർ ഫാമിലി വുഡ് നോട്ട് അഗ്രി, ഷീ ടോൾഡ് അതേഴ്സ് ഷീ വാണ്ട് ടു ബി എ ഡോക്ടർ. എന്നാൽ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അവള് പറഞ്ഞു എന്താവണം എന്നുള്ളതാണ്, ഇനി ഡോക്ടർ ആവുക എന്നുള്ളതാണ്. 9th, 9ാമത്തെ ചോദ്യം. Why did Moniba think that young bearded man was a journalist who had come for an interview? ആ യുവാവായിട്ടുള്ള വ്യക്തി, ആ താടിക്കാരനായ വ്യക്തി, അയാള് ഒരു ജേർണലിസ്റ്റ് ആണ്, ഒരു ഇന്റർവ്യൂവിന് വന്നതാണ് എന്ന് മോണിബ കരുതാനുള്ള കാരണം എന്താണ്? Moniba thought the young bearded man was a journalist because Malala had been speaking at the event with her father to campaign for girls' education, and journalists, including foreigners, often came to interview her, though never in such a manner on the road. മോണിബ അങ്ങനെ കരുതാനുള്ള കാരണം എന്താ? മലാല ഫാദറിന്റെ ക്യാമ്പയിനെ കുറിച്ച്, ഗേൾസിന് വേണ്ടി എഡ്യൂക്കേഷൻ നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് സംസാരിച്ചത് അവളോട് പറഞ്ഞിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ അത് ജേർണലിസ്റ്റ് ആണെന്ന് കരുതി. കാരണം വിദേശികളായിട്ടുള്ള ആളുകൾ വരെ അവളുടെ ഇന്റർവ്യൂ നേടുന്നതിന് വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് റോഡിൽ വെച്ച് അങ്ങനെ ഒരാളെ കണ്ടപ്പോ അത് ജേർണലിസ്റ്റ് ആണ് എന്ന് കരുതിയിരിക്കുകയാണ് മോണിബ. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.